ഹലോ, ആരാ? അദ്ദേഹം ഇവിടെ ഇല്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല. സബ് ഇൻസ്പെക്ടർ ആനന്ദൻ സ്പീക്കിംഗ്. അധികകാലം ആനന്ദിക്കേണ്ടി വരില്ല. നിന്റെ അന്ത്യം അടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ തല്ലിച്ചതച്ച് നീ കുറെ സൂചിച്ചില്ലടാ. നീ എന്ത് വിചാരിച്ചു ഞങ്ങൾ ഇനി അധികാരത്തിൽ വരില്ലെന്നോ? അല്ല സുഹൃത്തെ, ഞാൻ ഒന്നും പറയണ്ട കഴുത. നിങ്ങളാരാ? നിന്റെ കാലൻ. ആരാ? കാലൻ. എന്റെ കാലൻ. ഇന്നലെ വിളിച്ച് ഇതുപോലെ തെറി പറഞ്ഞ വേറൊരു ശബ്ദ. അതെ, അത് വേറെ കാലനായിരിക്കും. എന്റെ സ്റ്റേഷൻ അതിർത്തിയുടെ പല കോണുകളിൽ നിന്നും പലരും വിളിച്ച് പുളിച്ച തെറി പറയുന്നുണ്ട്. എല്ലാം ആനന്ദേട്ടൻ വരുത്തി വെച്ചല്ലേ? എടി, സർക്കാർ മാറി വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? RDP പറഞ്ഞു, INSP ഞാൻ തല്ലി. ഏതായാലും എന്റെ കാര്യം പോക്കാ. നമ്മളെ മക്കളെ അവര് കിഡ്നാപ്പ് ചെയ്യുമെന്നാ എന്റെ പേടി. കിഡ്നാപ്പിംഗ് ആണല്ലോ പുതിയ ഫാഷൻ. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ പിള്ളേരെ സ്കൂളിൽ അയക്കണ്ട. ഞാൻ പോട്ടെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വൈകുന്നേരം കാണാം. അയ്യോ, ഗുണ്ടകള് വരുന്നു. ഗുണ്ടകള്. എത്ര ഗുണ്ടകളുണ്ടല്ലേ? ഗുണ്ടകളല്ല, അച്ഛനാ. ഏതച്ഛൻ? എന്റെ അച്ഛൻ. നിന്റെ സ്വന്തം അച്ഛനോ? പിന്നെ അച്ഛനെ വാടകയ്ക്ക് കിട്ടുവോ? എന്താടേ, നിന്നെ അങ്ങോട്ട് കണ്ടില്ലല്ലോ. നീ വലിയ ആളായിപ്പോയല്ലേ? അയ്യോ, അച്ഛൻ വന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഇവിടെ ആകെപ്പാടൊരു മനസമാധാനം അല്ലഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വരാഞ്ഞത്. എന്തു പറ്റി? ആനന്ദനല്ലേ അങ്ങോട്ട് ഓടിപ്പോയെ? അതെ, ഗുണ്ടകളെ പേടിച്ചിട്ടാ. ഗുണ്ടകളോ? അതെ, രാഷ്ട്രീയ ഗുണ്ടകൾ. അച്ഛന്റെ മോൻ പ്രകാശന്റെ പാർട്ടിയിൽപ്പെട്ട ഗുണ്ടകളാ. അവര് പ്രതിപക്ഷത്തായിരുന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് ഒരുപാട് പേരെ ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് അവരിപ്പോ അധികാരം പ്രതികാരത്തിന് ഉപയോഗിക്കുക. ആഹാ, ആരെ നമ്മൾ അന്തമാതിരി ദ്രോഹിക്കാൻ പാടില്ല ആനന്ദ. എന്ന് വെച്ചാ ഭരണത്തിലിരിക്കുന്ന പാർട്ടി പറയുമ്പോ ചെയ്യാതിരിക്കാനൊക്കെ പോവും. പ്രകാശൻ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ ഏതാണ്ട് വലിയ നേതാവൊക്കെയാണെന്ന് പറയുന്ന കേട്ടല്ലോ. എന്ത് നേതാവ്? അല്ലാതെ ഒരു ഞാഞ്ഞൂട് വിചാരിച്ചാലും തടി രക്ഷപ്പെടുത്താൻ പറ്റുവേ. അതിന് അവനോടൊന്നും ഇവിടെ വരാൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയ്യോ, അവൻ സത്യപ്രതിജ്ഞ അടങ്ങി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അച്ഛൻ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ഒന്ന് മാറി അലമ്പുണ്ടാക്കല്ലേ തിരക്കുണ്ടാക്കല്ലേ. ഇറങ്ങിക്കോ. ഒന്നുകൂടി ലോറിയുടെ കാര്യം നമുക്ക് വൈകുന്നേരം സെറ്റിൽ ചെയ്യാം. ഹലോ KRP, എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്? സത്യം പറഞ്ഞ കലക്കി. വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം. ഒന്ന് നടു നിവർത്തണം. 400 കിലോമീറ്റർ അങ്ങോട്ടും 400 കിലോമീറ്റർ ഇങ്ങോട്ടും ലോറിയിൽ ഒരു ഒറ്റ നിപ്പായിരുന്നേ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡി. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി. ജയ് ഹിന്ദ്. കലക്കി മറിച്ചു. ഹോ, കേരളം കണ്ട ഏറ്റവും വലിയ ചടങ്ങ്. ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു മോളെ. പൂഴി വാരി എറിഞ്ഞ നിലത്ത് വീഴാത്തത്ര ജനക്കൂട്ടം. കതറിന്റെ ഒരു കടലല്ലേ തിരുവനന്തപുരത്ത് ഇളകി മറിഞ്ഞത്. അമ്മേ, സത്യവാചകം ചൊല്ലുന്നു നമുക്ക് കേൾക്കാനൊക്കില്ലമ്മേ. CM ഹാളിൽ പ്രവേശിച്ച് ചടങ്ങ് കഴിയുന്നവരെ ഭയങ്കര കരഘോഷമാണ്. പക്ഷെ എനിക്ക് മുൻവശത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടിയോണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കാണാൻ കഴിഞ്ഞു. മുൻവശത്തോ? അതെ, മുൻവശത്ത്. ഏറ്റവും മുമ്പിൽ ഞങ്ങൾ 31 പേരായിരുന്നു. ഒരു വരിയിൽ 31 കസേരയാ. ഹാളിൽ കിടക്കാൻ പറ്റാത്ത സാധാരണ പ്രവർത്തകർക്ക് ചടങ്ങ് കാണാൻ പുറത്ത് 123 TV സ്ഥാപിച്ചിരുന്നു. പക്ഷെ TV അത്ര ക്ലിയർ അല്ലായിരുന്നു. മൊത്തത്തിലൊരു മങ്ങല്. ഒരുപാട് രസങ്ങളൊക്കെ പറയാനുണ്ട്. വിശന്നിട്ട് വയ്യമ്മേ, കാര്യമായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ വെക്കേ. പോത്തുപോലെ 2 ആൺമക്കളുണ്ടായിട്ട് അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുത്തനുമില്ല. മല മറിച്ചിട്ട് വന്ന് കിടന്ന് പ്രസംഗിക്കുക. അച്ഛനെപ്പോ വന്നു? അമ്മയുടെ മൂത്ത മോൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇലക്ഷന് തോറ്റ് തുന്നമ്പാടി ഒരു സഖാവ്. മൂപ്പരെവിടെ? കാണാൻ കൊതിയാവുക അതുകൊണ്ടാ. ഓഹോ, പിന്നെ വഴക്കുണ്ടാക്കാനുള്ള പദ്ധതിയായിട്ടാണ് നിന്റെ വരവ് അല്ലേ? അയ്യോ, ഇനി എന്ത് വഴക്ക്? ഒന്ന് നേരിൽ കാണുക, മൂപ്പരുടെ പാർട്ടി അകാലത്തിൽ അന്തരിച്ചതിനുള്ള ഒരു അനുശോചനം രേഖപ്പെടുത്തുക, അത്രേ ഉള്ളൂ. പ്രകാശ, നിങ്ങൾ തമ്മിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. ഒന്നും അല്ലെങ്കിൽ നിന്റെ ചേട്ടനല്ലേടാ. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അറിഞ്ഞ പിന്നെ അവൻ ഇങ്ങോട്ട് കേറിയിട്ടേ ഇല്ല. നിന്നെ പേടിച്ചിട്ടാ. ഇന്നലെ രാത്രി ജംഗ്ഷനിൽ വെച്ച് കണ്ടുവന്ന് അച്ചു പറയണ കേട്ടു. ഓഹോ, എന്നാൽ എനിക്ക് സന്തോഷമായി. ഈ അവസ്ഥയെ തന്നെ വേണം എനിക്ക് മൂപ്പരെ നേരിട്ട് കാണാൻ. അമ്മയ്ക്കറിയോ, ഈ ഇലക്ഷന്റെ ഇടയ്ക്ക് 9-ാം വാർഡിലിട്ട് എന്നെ തല്ലിക്കാൻ വരെ പ്ലാൻ ചെയ്ത ആളാ ചേട്ടൻ. ആര്? പ്രഭാകരനോ? അമ്മ എന്തറിഞ്ഞു? അതൊക്കെ പോട്ടെ, ആദ്യം സ്ട്രോങ് ആയിട്ട് ചായ ഞെടുത്തേ. കാലത്തെ പരിപാടികൾ നടക്കട്ടെ. ദേഹത്തിൽ വെള്ളം ചൂടാക്കിയടി. മേലാകെ അസല് വേദന. അങ്ങോട്ടും ഇങ്ങോട്ട് കാറിലൊരു ഒറ്റ ഇരിപ്പായിരുന്നേ. കാറിലോ? ലോറി പുറത്തല്ലേ? ഏയ്, ഞാനും മണ്ഡലം പ്രസിഡന്റ് കാറിലായിരുന്നില്ലേ? നോണ നോണ.
പിന്നെ നിന്നോട് നുണ പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക്. പോയി വെള്ളം ചൂടാക്കടി. സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിലും ടി വി ഉണ്ടായിരുന്നോ? ഹോളിലെന്തൊരു ടി വി? ചടങ്ങ് നമ്മൾ നേരിട്ട് കാണുകയല്ലേ. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ CM അടുത്ത് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, വെൽ ഡൺ മൈ ബോയ്. ഹോ, ഞാനത് കോരി തെറിച്ചു പോയി. നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചെന്ന് പറഞ്ഞു. അതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് അതല്ല. ചടങ്ങ് ടി വിയിൽ ക്ലിയർ ആയിരുന്നില്ല, മങ്ങലുണ്ടായിരുന്നു എന്നൊക്കെ പ്രകാശേട്ടൻ പറഞ്ഞില്ലേ? അതിന് ഹാളിന് മുമ്പിലിരുന്ന പ്രകാശേട്ടൻ ആ ചടങ്ങ് കോമ്പൗണ്ടിലുള്ള ടി വിയിൽ എങ്ങനെ കണ്ടു? ചടങ്ങെന്നും പറഞ്ഞ് മുഴുവൻ സമയം നമുക്ക് അവിടെ കുത്തിയിരിക്കാൻ പറ്റുമോ? ഒന്ന് നടുന്ന് നിർത്താൻ വേണ്ടി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒന്ന് കറങ്ങിയപ്പോ ടി വി കണ്ടു. നേര് പറ, രാജ്ഭവന്റെ ഗേറ്റ് കടക്കാൻ പറ്റുമോ? നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ഗംഭീര പ്രസംഗം കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ രാജ്യത്ത് ഒരു ഭരണകൂടം ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു സർക്കാർ ഉണ്ടായിരുന്നോ? ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ, ഇല്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് RDP എന്ന ഒരു പാർട്ടി മാത്രമായിരുന്നു. അവരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയാണത്രേ. എന്ത് റവല്യൂഷണറി, എന്ത് ഡെമോക്രസി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അവർക്ക് നൽകി കഴിഞ്ഞു. ഇന്ത്യൻ നാഷണൽ സെക്യുലർ പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളുടെ പാർട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ വർഗീയ പാർട്ടികളുണ്ടെന്ന് RDPക്കാർ ആരോപിക്കുന്നുണ്ട്. അത് തെറ്റാണ് സുഹൃത്തുക്കളെ. പിന്നെ വർഗീയ പാർട്ടി ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഞങ്ങളുടെ കൂടെ ചേർന്ന ശേഷം അവരിൽ യാതൊരു വർഗീയതയും ഞാൻ കണ്ടിട്ടില്ല. അല്പസ്വല്പം കോഴി ബിരിയാണി കഴിക്കുന്നത് വർഗീയതയാണോ എന്ന് ഞാൻ വെല്ലുവിളിക്കാണ്. പക്ഷേ RDPയുടെ കൂടെയുള്ളത് മുഴുവൻ വർഗീയ പാർട്ടികളാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുപോലെ ഞങ്ങൾ അഴിമതിക്കാരാണെന്ന് പറയുന്നുണ്ട്. അല്ല സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ അഴിമതി എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഇവിടുത്തെ നല്ലവരായ മുതലാളിമാരിൽ നിന്ന് ധാരാളം പണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് സ്നേഹം കൊണ്ട് മാത്രമാണ്. മുതലാളിമാരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ആ പാവപ്പെട്ട മുതലാളിമാരെ ചീത്ത വിളിക്കുന്ന കേട്ടിട്ട് പലപ്പോഴും എനിക്ക് കരച്ചിൽ വന്നിട്ടുണ്ട്. പാവം മുതലാളിമാർ. എല്ലാത്തിനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ മാനങ്കര മണ്ഡലത്തിൽ ചില RDP കോമാളികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സുഹൃത്തുക്കളെ. ഈ തെരഞ്ഞെടുപ്പിൽ INSP ജയിക്കുകയാണെങ്കിൽ അവരവരുടെ പാതി മീശെടുത്ത് കവലയിലൂടെ നടക്കുമെന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, മീശ എടുക്കൂ, എടുക്കണം മീശ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി.